നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ 4 അംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം 3 പേരെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സുജിത് ജീവനെടുക്കുകയായിരുന്നുവെന്ന് US പോലീസിന്റെ സ്ഥിരീകരണം. കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി ഭാര്യയും 4 വയസ്സുള്ള ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ക്രൂരമായ കൃത്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമെന്ന് സാൻ മാറ്റിയോ പോലീസ് പറഞ്ഞു. കുടുംബ വഴക്ക്, സാമ്പത്തിക പ്രതിസന്ധി എന്നീ സാധ്യതകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 2016 വിവാഹമോചനത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും തുടർ നടപടിയിലേക്ക് ദമ്പതികൾ കടന്നിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷമാണ് ഇരട്ട കുട്ടികൾ ജനിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. മാതൃകാ ദമ്പതികളെ പോലെയാണ് ഇവർ പെരുമാറിയതെന്ന് സമീപവാസികളുടെ മൊഴി. ദമ്പതികളെ കുളിമുറിയിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത്. കുട്ടികളുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു. ഹെൻറിയുടെ പേര് രജിസ്റ്റർ ചെയ്ത 9mm കൈത്തോക്ക് കുളിമുറിയിലെ തറയിൽ നിന്നാണ് കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. ഹെൻറിയാണ് 4 മരണങ്ങളുടെയും ഉത്തരവാദിയെന്ന് സാൻ മാറ്റിയോ പോലീസ് വകുപ്പിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ആലിസ് പ്രിയങ്ക ബെൻസിഗറിന് പലതവണ വെടിയേറ്റിട്ടുണ്ട്. എന്നാൽ ഹെൻറിക്ക് ഒറ്റത്തവണ മാത്രമാണ് വെടിയേറ്റത്. കുട്ടികളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പരിശോധനാ ഫലത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാവൂവെന്ന് പോലീസ് അറിയിച്ചു. ഇവർക്ക് വെടിയേൽക്കുകയോ ശാരീരിക ആഘാതമേൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും പോലീസ് പറയുന്നു. 2020 ആനന്ദും പ്രിയങ്കയും സാൻ മാറ്റിയോയിലെ വീട്ടിൽ താമസം ആരംഭിച്ചതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ട്. ഏകദേശം 17 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന വീട്ടിലായിരുന്നു താമസം. 5 കിടപ്പുമുറികളുള്ള വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നും ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ടിലുണ്ട്. ആനന്ദ് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നതായാണ് വിവരം. ഭാര്യ ആലിസ് സിലോയിൽ ഡേറ്റ സയൻസ് മാനേജറായിരുന്നു. 2016 ആനന്ദ് വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തിരുന്നതായും എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോയില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്. നാട്ടിലുള്ള ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കാൻ ഇന്ത്യൻ എംബസി മുഖേന US പോലീസ് ശ്രമിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള സമ്മതപത്രം ബന്ധുക്കൾ നൽകി. ആനന്ദിന്റെ സഹോദരങ്ങൾ US എത്തിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു സംഭവത്തിൽ അമ്മയുടെ അശ്രദ്ധ കാരണം 1 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് ദാരുണാന്ത്യം. കുട്ടിയെ ഉറങ്ങുന്നതിനായി തൊട്ടിലിന് പകരം ഓവനിൽ വെച്ച് മറക്കുകയായിരുന്നു അമ്മ. ശരീരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വാഷിംഗ്ടണിൽ ദുരന്തം റിപ്പോർട്ട് ചെയ്തത്. വിവരം ലഭിച്ചതനുസരിച്ച് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും തീപിടിച്ച് പൊള്ളലേറ്റിരുന്നു. ഓവനിൽ നിന്ന് എന്തോ കരിയുന്നതിന്റെ മണം വന്നപ്പോഴാണ് അമ്മയ്ക്ക് കാര്യം മനസ്സിലായതെന്നും പോലീസ് പറയുന്നു. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അബദ്ധം പറ്റിയതെന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. 26-കാരിയായ മറിയ തോമസ് ആണ് കുട്ടിയുടെ അമ്മ. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. മറിയയുടെ മാനസിക ആരോഗ്യ നിലയും ദുരന്തത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കാമെന്നാണ് ഇവരുടെ ഉറ്റ സുഹൃത്ത് പോലീസിനോട് പറയുന്നത്. എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് കുട്ടിയെ കണ്ടിട്ടുള്ളതെന്നും ഈ വേദന താങ്ങാൻ കഴിയുന്നില്ലെന്നും സുഹൃത്ത് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.